ഹായ്, സ്ത്രീകളും ഡിജിറ്റൽ ബിസിനസ്സും സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് എപ്പിസോഡിൽ വിനീത സിംഗ് ഷുഗർ കോസ്മെറ്റിക്സിന്റെ നല്ലൊരു കഥ കേട്ടിരുന്നല്ലോ. ഇന്ന് ഇന്ത്യയിലെ വിജയകരമായ വനിതാ സംരംഭകരിൽ ഒരാളായ ഫാൽഗുനി നായരുടെ കഥയും അവരുടെ ബിസിനസ് യാത്രയും കുറിച്ച് സംസാരിക്കാം. ഫാൽഗുനി നായർ IIM അഹമ്മദാബാദിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ 20 വർഷക്കാലം ഒരു ബാങ്കിംഗ് സെക്ടറിൽ ഫിനാൻഷ്യൽ വേൾഡിൽ നല്ല പരിചയം നേടിയിരുന്നു. എന്നാലും അവൾക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുക എന്ന്. 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തായിരിക്കും ചെയ്യും? ഒന്നെങ്കിൽ ജോലിയുള്ളവരാണെങ്കിൽ റിട്ടയർമെന്റ് എടുക്കും, ഇരിക്കാൻ ഇഷ്ടപ്പെടും. എന്നാൽ ഫാൽഗുനി നായർ തന്റെ 50-ാം വയസ്സിൽ, അതായത് 2012 ഒരു ഓൺലൈൻ കോസ്മെറ്റിക്സ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. 2012 ഇന്ത്യയിൽ ഓൺലൈൻ ഷോപ്പിംഗ് ഒരു പുതിയ ട്രെൻഡായി വരുന്നുള്ള ടൈമായിരുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവരെല്ലാം ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡ്സ് ലിമിറ്റഡ് ആയി ലോക്കൽ ഷോപ്സ് സ്മാൾ സെല്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊരു മാർക്കറ്റ് ഗ്യാപ്പ് കണ്ടെത്തി. സ്ത്രീകൾക്ക് ഒതന്റിക് പ്രൊഡക്ട്സ് ഓൺലൈൻ ലഭിക്കാനുള്ള പ്രശ്നം. ബ്രാൻഡ്സ് എസ്പെഷ്യലി ഗുഡ് ക്വാളിറ്റി മെട്രോ സിറ്റീസുകൾക്ക് ആളുകൾക്ക് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. കസ്റ്റമേഴ്സിലേക്ക് റിലയബിൾ ആയിട്ടുള്ള റിവ്യൂസും ഗൈഡൻസ് ഒന്നും ഓൺലൈനിൽ ഇല്ലായിരുന്നു. ഇത്തരം പ്രോബ്ലംസ് അവർ ഐഡന്റിഫൈ ചെയ്തു. ദ സ്പാർക്ക് അവരുടെ ഐഡിയ, ഇവിടെ ഒരു വുമൻ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ വുമൻസിന് സേഫായി എക്സ്പ്ലോർ ചെയ്യാനും, അതുപോലെ വുമൻ ഫ്രണ്ട്ലി ഷോപ്പിംഗ്, ട്രസ്റ്റഡ് ഓൺലൈൻ ഒതന്റിക് ആൻഡ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ്, ക്യൂരേറ്റഡ് വുമൻസിന്റെ നീഡ്സിനനുസരിച്ചിട്ട് പ്രൊഡക്ട്സ്. അവരെടുത്ത സ്റ്റെപ്സ് ഇതൊക്കെയായിരുന്നു: കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ്സ് റിസർച്ച് ചെയ്യുക, ടോപ്പ് ബ്യൂട്ടി ബ്രാൻഡ്സിനായിട്ടും പാർട്ട്ണറായി ഓൺബോർഡ് ചെയ്യുക, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഡിസൈൻ ചെയ്യുക. അത് ഫസ്റ്റ് ടൈം യൂസേഴ്സിന് ഇതൊന്നും അത്ര എളുപ്പമല്ലായിരുന്നു. ആദ്യകാലത്തെ വെല്ലുവിളികൾ: ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്ത് ഫണ്ടിങ് കണ്ടെത്തണം. ഒരു 50 വയസ്സുകാരി ഒരു ഓൺലൈൻ കോസ്മെറ്റിക്സ് ബ്രാൻഡ് തുടങ്ങുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അവരോട് പറഞ്ഞു, ഇതൊന്നും മാർക്കറ്റിൽ അത്ര വർക്കാവും. ഫാൽഗുനി ഗിവ് അപ്പ് ചെയ്യാതെ അവരുടെ വിഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രോപ്പർ ഫണ്ടിങ് കണ്ടെത്തി. ബ്രാൻഡ്സ് ഓൺബോർഡ് ചെയ്യുക. നൈക്ക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിഗ് ഇന്റർനാഷണൽ ഇന്ത്യൻ ബ്യൂട്ടി ബ്രാൻഡ്സ് ഒന്നും പാർട്ട്ണർ ആവാൻ അത്ര വില്ലിങ് ആയിരുന്നില്ല. ബ്രാൻഡ്സിനെ കൺവിൻസ് ചെയ്യാനും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്ഷമയും നെഗോസിയേഷൻ ചെയ്യേണ്ടി വരുന്നു. ഫാൽഗുനി പേഴ്സണലി ബ്രാൻഡ്സിനോട് കോണ്ടാക്ട് ചെയ്ത് വിഷൻ ഷെയർ ചെയ്തു. സ്ലോലി നെക്സ്റ്റ് വരുന്നൊരു പ്രോസസ്സ് കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഏർലി അഡോപ്റ്റേഴ്സിന് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് പ്രൂവ് ചെയ്യണം. കസ്റ്റമർ റിവ്യൂസ്, ഫീഡ്ബാക്ക് ആൻഡ് റിപ്പീറ്റ് ഓർഡേഴ്സിൽ ഫോക്കസ് ചെയ്തു. സ്ലോലി വുമൻ സ്റ്റാർട്ടഡ് ട്രസ്റ്റിംഗ് നൈക്ക ഫോർ ഒതന്റിക് പ്രൊഡക്ട്സ്. ഇനി നമുക്ക് നോക്കാം അവർ നേരിട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്, അവർ ഏറ്റെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ആയിരുന്നു ആ ഒരു തീരുമാനം എടുത്ത സമയത്ത്. എല്ലാവരും പറയുന്നത് നടക്കില്ല എന്നുള്ള. ഫാൽഗുനി പക്ഷെ നല്ല ക്ലാരിറ്റിയിൽ കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ മെയ്ഡ് ദ ഡിഫറൻസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്മോൾ വിൻസ്, കൺസിസ്റ്റന്റ് വിഷനും എഫേർട്ടും കൊണ്ട് നൈക്ക സക്സസ് വഴിയിലേക്ക് നയിച്ചു. Better to start small and do it perfectly than launch everything at once. Skin care products, personal care products ആയിരുന്നു ആദ്യത്തെ പ്രൊഡക്ട്സ്. വെബ്സൈറ്റിനോ ആപ്പിനോ യൂസേഴ്സ് സിമ്പിൾ ആയിട്ട്, അതായത് ഈസി ടു നാവിഗേറ്റ് ആയിരിക്കണം. ഫസ്റ്റ് ടൈം ഓൺലൈൻ ഷോപ്പേഴ്സിനും ഈസിലി പ്രൊഡക്ട്സ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണം. മൊബൈൽ യൂസേഴ്സിനായി മൊബൈൽ ഫ്രണ്ട്ലി ഡിസൈൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മാർക്കറ്റിംഗ് അവയർനെസ് സെക്ഷനും കൂടെ നോക്കാം. നൈക്ക ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് പെട്ടെന്ന് വരില്ല എന്നുള്ളത് മനസ്സിലാക്കി അവർ എന്ത് ചെയ്തു, കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയ ഒരു മെത്തേഡ് യൂസ്, സോഷ്യൽ മീഡിയ, ബ്ലോഗ്സ്, ട്യൂട്ടോറിയൽസ്. ഈ മാർക്കറ്റിംഗ് അവയർനെസ്സിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത ഏരിയ ഹ്യൂമൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. പ്രൊഡക്ട്സിന്റെ കാര്യത്തിൽ അവരെ പ്രൊഡക്ട്സിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഹെൽപ്പ് ചെയ്യുക. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. പിന്നെ സ്മോൾ ട്യൂട്ടോറിയൽ വീഡിയോസ് യൂസ് ചെയ്തു. അത് മേക്കപ്പ് ടിപ്സുകൾ വെച്ചിട്ടുള്ള, സ്കിൻ കെയർ റൂട്ടീൻസ് എല്ലാം വെച്ചിട്ടുള്ള സ്മോൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. ബ്ലോഗ്സ്, പ്രൊഡക്റ്റ് കമ്പാരിസൺസ്, യൂസേജ് ഗൈഡ്സ് എല്ലാം
വെച്ചിട്ടുള്ള ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ പോസ്റ്റ്, ടിപ്സ്, ട്രെൻഡ്സ്, ബിഹൈൻഡ് ദ സീൻസ് സ്റ്റോറീസ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഈ കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ജസ്റ്റ് പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുക എന്നല്ല, ഹ്യൂമൻസിന് ഒരു ലൈഫ് സ്റ്റൈലിന് സപ്പോർട്ട് ചെയ്യാം, റിലേറ്റബിൾ കോണ്ടന്റ് ഷെയർ ചെയ്യുക. Only selling product is not enough. Women should feel confident and informed about their choices. ഇതുവഴി ലിമിറ്റഡ് ബഡ്ജറ്റിലും നൈക്കയുടെ ബ്രാൻഡ് അവയർനെസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബിൽഡായി. കസ്റ്റമേഴ്സിനൊപ്പം റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തു, വേർഡ് ഓഫ് മൗത്ത് സ്റ്റാർട്ട് ചെയ്തു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രൊഡക്ട്സിനെ റെക്കമെൻഡ് ചെയ്യാനും പറയാനും തുടങ്ങി. ആൻഡ് ഗ്രാജുവലി നൈക്ക ബിക്കം എ ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം ഫോർ ഇന്ത്യൻ വുമൺ. നൈക്ക ട്യൂട്ടോറിയൽസ്, ബ്ലോഗ്സ്, ടിപ്സ് ഇവയെല്ലാം സിമ്പിൾ കണ്ടന്റ് ആയിരുന്നു, എന്നാലും അതിന് വലിയൊരു വിഷനായിട്ടായിരുന്നു വന്നതായിരുന്നു. ഇന്ത്യൻ വുമൻസിനെ എംപവർ ചെയ്യുക, അവരെ ഇൻഫോംഡ് ബയേഴ്സ് ആക്കുക, അതാണ് നൈക്ക ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലോലി വുമൻ സ്റ്റാർട്ടഡ് യൂസിങ് നൈക്ക. ഇവിടെ നിന്ന് വാങ്ങിയാൽ സേഫ് ആണ്, അതായത് ആ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് അറിയാനും പറ്റുമെന്ന് അവർ പറയാൻ തുടങ്ങി. ലിമിറ്റഡ് ബഡ്ജറ്റ് ആയിട്ടും നൈക്ക ബിൽഡ് നോട്ട് ജസ്റ്റ് എ ബ്രാൻഡ് അല്ല അവർ ബിൽഡ് ചെയ്തത്, ബട്ട് എ കമ്മ്യൂണിറ്റി. അതായത് എ പ്ലേസ് വേർ വുമൻ ഡിഡ് നോട്ട് ജസ്റ്റ് ഷോപ്പ്, ദേ ഡിസ്കവർ ദംസെൽസ്. അങ്ങനെ മാർക്കറ്റിംഗിന്റെ ഓരോ സ്മാൾ സ്റ്റെപ്സുമായി നൈക്കയെ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസിക്കപ്പെടുന്ന ഒരു ബ്യൂട്ടി ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ ആയി മാറി. ഇതാണ് നൈക്കയുടെ റിയൽ പവർ. സെല്ലിംഗ് പ്രൊഡക്ട്സ് അല്ല, കോൺഫിഡൻസ് ആണ് അവർ മാർക്കറ്റ്. Thank you for watching my video. Subscribe for more videos.